യെസ്, ഇതാ മറ്റൊരു വളരെ ഇപ്പോൾ ഇതാ പരാജയപ്പെട്ട PV അൻവർ. ഉടനീളമുള്ള UDF പ്രവർത്തകർ അങ്ങേയറ്റം കഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച മതേതരത്വമാണ്. അതിന് നേതൃത്വം നൽകിയത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. ഒരു വർഗീയവാദിക്കും ഞാൻ കീഴടങ്ങില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോട്ട് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും ശ്വാസമടക്കി പിടിച്ച് പരാജയപ്പെടുമെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടട്ടെ, പക്ഷേ ടീം UDF ഒരാൾക്കും ഒരു വർഗീയവാദിക്കും കീഴൊതുങ്ങില്ല എന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക്, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അദ്ദേഹം നൽകിയ ഒരു ഊർജം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങളൊന്ന് നോക്കണം, മത്സരിച്ച 95% വിശ്വാസം, ജനപിന്തുണ തിരിച്ചു പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കേന്ദ്രീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പൊതുവെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമല്ലോ. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായി? 10 വർഷം പൊതുവെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. വികസന കാര്യങ്ങളിൽ നന്നായി മുന്നോട്ട് പോയി കേരളത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതിയിട്ടുള്ളത്. അത് എല്ലാ ഘടകങ്ങളും ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വളരെ സൂക്ഷ്മമായി വിനയപൂർവ്വം ഈ വിധി അംഗീകരിച്ചുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോവുക എന്നതാണ് ഈ ഘട്ടത്തിൽ കരണീയമായിട്ടുള്ളത്. പി രാജീവാണ് ഇപ്പോൾ പ്രതികരിച്ചത്. KP, ഒരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.